കേരള മന്ത്രിസഭയിലെ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോ ദിവസവും പല പുകിലും പിടിച്ചു വയ്ക്കുന്നത് നമ്മളേവരും കേൾക്കുന്നതാണ്. പക്ഷേ ഇത്രയും മോശകരമായ അധപതനത്തിലേക്ക് ഇത് ആദ്യമായിട്ടാണ് കടന്നിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഹെമ കമ്മിറ്റി റിപ്പോർട്ട്. അത് പുറത്തു വന്ന് നടുക്കുന്ന പല വിവരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ ഒരു നടപടി സ്വീകരിക്കാനോ അതിലെന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നടപ്പിൽ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ മറുഭാഗത്ത് സിനിമാ മേഖലയൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ട, ചട്ടക്കൂട് പഠിപ്പിക്കേണ്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സംവിധായകൻ രഞ്ജിത്ത് വളരെ പ്രഗത്ഭനായ കലാകാരനെന്നും ഏതെങ്കിലും ഒരു നടിയുടെ ആരോപണത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസ്കാരമില്ലാത്ത ഒരു പ്രസ്താവന നേരത്തെ പുറത്തു വന്നത്. അതുകൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്നും മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ലൈംഗിക ആരോപണം ഉന്നയിച്ച ഘട്ടത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. പരാതിയുമായി ആരെങ്കിലും രംഗത്ത് വരൂ എന്നാണ് ആദ്യം പറഞ്ഞത്. പരാതിയുമായി ഒരു നടി രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നും സർക്കാരിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെന്നും പറഞ്ഞ് സംരക്ഷിച്ച് നിർത്തുന്നു. ഒരുപക്ഷെ പഴയ SFIക്കാരനായതുകൊണ്ടായിരിക്കാം രഞ്ജിത്തിന് ഇത്രയധികം തലോടലൊക്കെ തന്നെ ലഭിക്കുന്നത്. പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് തല്ലുമായിരിക്കും മറുഭാഗത്ത്. രേഖാമൂലം പരാതി കിട്ടട്ടെ, അപ്പോൾ നടപടിയെടുക്കാമെന്നുള്ള വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ സംസ്കാരം തന്നെ സ്ത്രീകളോടുള്ള, സ്ത്രീവിരുദ്ധ നയത്തോടുള്ള വ്യക്തമായ സമീപനമാണ് വ്യക്തമാക്കുന്നത്. രേഖാമൂലം പരാതി കിട്ടാതെ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നും കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ ഇത് സാധിക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പുതിയ നിയമങ്ങളൊക്കെ തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇങ്ങനെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് രഞ്ജിത്ത്. അതുകൊണ്ടാണ് കേസെടുക്കാൻ കഴിയാത്തതെന്നാണ് മന്ത്രി പറയുന്നത്. പരാതി കിട്ടിയാൽ ഏത് ഉന്നതനായാലും നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ വാദം. സർക്കാർ എല്ലാ കാലത്തും സ്ത്രീകൾക്കൊപ്പമാണെന്നുള്ള ഒരു ഹാഷ്ടാഗും ഇതോടൊപ്പം തന്നെ ചേർക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതി പറയട്ടെ, അപ്പോൾ ഇനി കേസെടുക്കാം. പക്ഷേ സംഗതി ഇപ്പോൾ വശക്കേടാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി ഒടുവിൽ മലക്കം മറിച്ചിൽ നടത്തുകയാണ്. ഒട്ടും തന്നെ വൈകാതെ തന്നെ ആ മറുപടിയും വന്നു. രഞ്ജിത്തിനെതിരെ അന്വേഷണമില്ലെന്ന് രാവിലെ നിലപാട് സ്വീകരിച്ച സാംസ്കാരിക മന്ത്രിയുടെ നിലപാടിലാണ് ഒരു മാറ്റമുണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് തെറ്റാര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് പറയുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനുള്ള എതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ അതിൽ നടപടി ഉറപ്പാണെന്നും പോസ്റ്റിൽ പറയുന്നു. രഞ്ജിത്തിന്റെ രാജിക്കായി സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ, പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ്, പ്രതിരോധം കനപ്പിക്കുന്ന ഘട്ടത്തിലാണ് സാംസ്കാരിക മന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ തന്റെ നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുന്നത്. രഞ്ജിത്തിന്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ശക്തമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലെ നമ്പർ പ്ലേറ്റിലെ ബോർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, ചെയർമാൻ എന്നുള്ളത്. അദ്ദേഹത്തിനെതിരെ ശക്തമായ സമരം വയനാട്ടിലടക്കം നടക്കുന്നത് നമുക്ക് ടെലിവിഷനിലൂടെ കാണാൻ കഴിയുന്നതുമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് രാഷ്ട്രീയമായി യാതൊരുവിധ വിവരവുമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് പാർട്ടി ക്ലാസ് കൊടുക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ സംവിധായകൻ ആഷിഖ് അബു പ്രതികരിച്ചിരിക്കുന്നത്. സംസാരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും എത്തേണ്ടത് അനിവാര്യമാണ്. പരാതിയെപ്പറ്റി അന്വേഷിക്കാതെ വേട്ടക്കാരന്റെ വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങുകയാണ് സജി ചെറിയാന്. മന്ത്രിയെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം. രഞ്ജിത്തിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും നടിയുടേത് ആരോപണമല്ല മറിച്ചത് വെളിപ്പെടുത്തലാണെന്നുമാണ് ആഷിഖ് അബു പറഞ്ഞിരിക്കുന്നത്. 100% സത്യമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും ഒരു മന്ത്രിക്ക് ഉണ്ടാകണമെന്നാണ് നടൻ കൂടി ആവശ്യപ്പെടുന്നത്. നേരത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പിന്നാലെ ഇടതുപക്ഷത്തെ വിവിധ സംഘടനകളും യുവജന സംഘടനകളും രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. രഞ്ജിത്തിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് CPIയുടെ വനിതാ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ആനി രാജ അടക്കം പറഞ്ഞത്.